തങ്കപ്പനൊരു പാവാണ് വെച്ചത്. കണ്ടിട്ട് കള്ളനെ പോലെ ഉണ്ട്. അയ്യോ അത് അല്ല മുറിയല്ല താനൊന്ന് പോയാട്ടെ. ഇവിടെ ജോലിക്ക് പാലയും വേണ്ട. ആരെവിടെ തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം. ഇവരാരെ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കും വേലക്കാരനല്ലേ നീ? എന്ന് അടുത്ത പാട്ട്. ഏയ് ഇതിലല്ല അപ്പുറത്തോളാ. ഒരു പേര് അറിയപ്പെടുന്ന വീട്ടിൽ കേട്ടിട്ടുണ്ട്. അത് പറയാൻ നീ ആരാ? എടാ വായ അപ്പുറത്താണ്. അങ്ങനെ വരട്ടെ. എനിക്ക് വീട്ടിൽ വല്ല അധികാരം തിന്നറിയണം. അതിനെ അപ്പുറത്തില്ല. എനിക്ക് ഈ വീട്ടിൽ അധികാരമില്ല അധികാരമില്ല. അപ്പുറത്തോട്ട് വരാം. എനിക്ക് സുഖം. അല്ലെങ്കിൽ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. രണ്ട് പണികൾ കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെ ആ പൗദ്യൊന്നുമല്ല. അയ്യോ ചേട്ടൻ രക്ഷപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാണ്. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളമെന്ന് വാങ്ങിച്ച് മാസം 1000 ശമ്പളം വാങ്ങുന്നവരാണ്. 1000 രൂപയോ? നോട പറയാൻ തന്നെ ചേട്ടാ. മാസത്തിൽ 40 രൂപയെ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ നല്ല പറഞ്ഞു. അവളെ അവനോട് പുതിയ വരക്കാരനാ തങ്കപ്പൻ. ആ പാടം പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനത് പേരിട്ടു. ആഴ്ച കസ്തീരാണെങ്കിൽ ഒരുവിധം പണിയൊക്കെ ചെയ്യും. നീ നിലനിർത്തിയാണപ്പാ. ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാണ്. വല്ല കണ്ടോട്ട് പോയതാ. എങ്കിലും അബോധിയായിരിക്കും. നീ കക്കൂട. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞ് തുറച്ചുകൂടായിരുന്നു. എന്താ പ്രശ്നം മീനാക്ഷി?